തോപ്പിൽ ജോപ്പൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്ന നടനെ പറ്റി പറയുമ്പോൾ സ്ട്രിക്റ്റ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് വെറുതെ ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ചു. അത് ഞാൻ സമ്മതിക്കണം. പക്ഷേ ഈ അതാണ് അതിന്റെ ആകപ്പെടെയുള്ള രക്ഷ. ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് ചെയ്തപ്പോൾ പേടിയുണ്ടായിരുന്നു? പേടിച്ചിട്ട് കാര്യമില്ല, ഒരു കൂടെ നിർത്തിയില്ലേ. പേടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തീ ചാടാതിരിക്കാൻ പറ്റുമോ? ഇതാണ്ട കൈയൊക്കെ പൊള്ളിയത്. പിന്നല്ലാതെ ഞാൻ പൊളിച്ചോണ്ടാണ് ഇപ്പൊ ഇപ്പം എന്നോട് സംസാരിക്കാൻ തോന്നുന്നു. ഇതോടൊപ്പം തന്നെ തിയേറ്ററിലേക്ക് ആഘോഷമായിട്ട് വരികയാണ് പുത്തൻ പണം എന്ന സിനിമ. കന്നഡയും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓൾമോസ്റ്റ് എല്ലാ ഭാഷയും ഇപ്പൊ മമ്മൂക്ക എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ കൈകാര്യം ചെയ്യാൻ? മാത്തുക്കുട്ടിയുടെ ഭാഷ മാത്രമേ ഉള്ളൂ. മാത്തുക്കുട്ടിയുടെ ഭാഷയും അതൊന്ന് കൈകാര്യം ചെയ്യും. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോ മമ്മൂക്കയുടെ മോനെ ദുൽഖർ സൽമാൻ അങ്കിളിനെ കൊണ്ടുവരുമോ? വിളിച്ചാ വരണ്ടേ? നിങ്ങൾ വിളിച്ചാ വരും, ഞാൻ വിളിച്ച് പറഞ്ഞാ വരില്ല. അല്ല ഞാൻ വന്നാ പോരെ, നീയൊക്കെ എന്തിനാ ഈ ദുൽഖർ സൽമാൻ? പുറത്ത് കുടുങ്ങിപ്പോയല്ലേ. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഇത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, സമയം പോയത് അറിയുന്നേ ഇല്ല. ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ശരിക്കും. ഞങ്ങൾ എങ്ങനെ ഈ സമയം തള്ളി നീക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും, നമുക്ക് 3 പേർക്ക് ഒരു സിനിമ ചെയ്യണ്ടേ. വരുന്ന വഴിക്ക് മമ്മൂക്ക തന്നെ പറഞ്ഞു നല്ല ഐഡിയ ആണ്, ഒരു കഥ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ വരുന്ന വഴിയിൽ ഇപ്പൊ എന്ത് കഥ ആലോചിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക നമുക്ക് ചേട്ടാനിയൻ, അതല്ലേ എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്ക ഫസ്റ്റ് ചോദിച്ചത് നീ ചേട്ടനാകുമോ? ഞാൻ പറഞ്ഞു ഞാൻ ആയിക്കോണം. രണ്ടാമത്തെ ചേട്ടനായിട്ട് എന്നെയാണ് ഏറ്റവും ഇളയ മമ്മൂക്ക. ഇല്ല അങ്ങനെ ഇല്ല. മമ്മൂക്കയുടെ ആ ഒരു ഞാനൊരു കേട്ടിട്ടുള്ള ലൈക് വെൻ ഐ വാസ് സ്മോൾ തങ്ക ഭസ്മമാണ് കഴിക്കുന്നതെന്ന്. വേറെ വല്ലാത്ത സമയത്ത് ആരും പറയുമ്പോഴൊരു ഇതില് പറയുന്നു ഫ്രണ്ട് ഭാര്യയാണ്. നമ്മുടെ ഭാര്യയെ ഫ്രണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതെങ്ങനെയാണ് ഭാര്യയൊക്കെ നമ്മൾക്ക് എങ്ങനെയാണെന്നറിയാം, ഓരോ കാര്യത്തിനും ഓരോരാളാണ് പ്രയോജനപ്പെടുക. ഓരോ പച്ചില ധാരാളം കഴിക്കുന്നത് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ കണ്ണിന് കാഴ്ച കൂടും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് വയസ്സാവും തോറും പിന്നെ കണ്ണട വെക്കണ്ട. ഇല കൂടുതൽ കഴിച്ചാൽ നമ്മൾ കണ്ണട വെക്കണ്ട. അതുകൊണ്ടാണ് ഈ ആട് പശു ഒക്കെ കണ്ണട വെക്കത്തല്ലേ. അതൊന്നും പാടുന്ന ചേട്ടാ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പാട്ട് റിഹേഴ്സൽ ചെയ്താൽ ഇതുവരെ ശരിയായിട്ടില്ല. രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ഡയറക്ടറായി വന്നപ്പോഴാണ് ദാസേട്ടൻ്റെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം, ദാസേട്ടൻ്റെ തൊണ്ടയിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് വന്നൊരു ശബ്ദം നമ്മൾ കേട്ടു. പാടരുത്. ഞാൻ വിചാരിച്ച എൻ്റെ ശബ്ദം ഇത്ര മോശമാണെന്ന്. നമുക്ക് കൂടെ പാടി എൻ്റെ പാട്ട് തെറ്റിപ്പോവേ, നമുക്ക് ഒറ്റയ്ക്ക് പാടിക്കാം. അഹങ്കാരത്തിന് കൈകാലം വെച്ച് കേട്ടത് ദാസേട്ടൻ ശിഷ്യനായി അംഗീകരിച്ച. ഞാൻ ചോദിക്കണമെന്നല്ല, ഈ സിദ്ദിഖ് 2 പാട്ട് ദാസേട്ടനിവിടെ പാടി. ദാസേട്ടൻ്റെ ചെറുപ്പത്തിൽ ആ ശബ്ദം, പിന്നെ കുറച്ചൊരു പ്രായം കൂടി ഇപ്പൊ ഈ ശബ്ദം, ഇപ്പൊ എന്റെ വിചാരം ഇതൊക്കെ യേശുദാസിന്റെ സൗണ്ടിലാണ് പാടണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്റെ ചേട്ടൻ വിളിക്കുന്നത്. അപ്പൊ എന്റെ പ്രായം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, എന്റെ മോനെയും പുള്ളി ചേട്ടാത്താണ്. ഇത്രയും പ്രായമുള്ള ഒരു അനിയൻ എനിക്ക് ഉള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 1998 കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ ബഹുമതി, കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് ബഹുമതി, അക്ഷയ പ്രോജക്ടിന്റെ ഗുഡ്വിൽ അംബാസിഡർ, മലയാള സിനിമയിലെ പൗരുഷം, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. തീരെ പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുന്ന പോലെ ഇത്രയും കാര്യങ്ങളൊന്നും പറയണ്ട. വെറുതെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാല്ലേ.
പാടാനുള്ള ആഗ്രഹം എനിക്ക് ഇതുവരെ വിട്ടു. ഞാനിപ്പോഴും പാടും, പക്ഷെ ആരെയും കേൾപ്പിക്കാതെ ആയിരിക്കും പാടുന്നത്. പിന്നെ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവരോട് കൂടി പാടി അവരോട് കൂടെ പാടുകയും ആ പാട്ട് നശിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് ഇപ്പോഴും. അല്ല എന്നാലും മറുപടി പറയാം. ഇത് എനിക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആര്യക്ക് എന്നോട് സ്വന്തമായിട്ട് ഒരു ചോദ്യം ചോദിക്കാമോന്ന്. ഞാൻ സത്യമായിട്ടും ഇത്രയും നേരം ചോദിച്ചത് സ്വന്തമായിട്ടാണ്. സ്വന്തമായിട്ടല്ലാത്ത ചോദിച്ച ചോദ്യത്തിനാണ് എനിക്ക് നമുക്ക് പണി തന്നത്. ആക്ച്വലി ഞാൻ ഇത്രയും ചോദ്യങ്ങൾ സ്വന്തമായിട്ട് മാത്രം ചോദിച്ചോണ്ടിരുന്നത്. എടുത്തുകളാം. അയ്യോ, സിഗരറ്റ് സ്മോക്കിങ്ങിനെ പറ്റി ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. It is very easy to stop smoking, but very difficult not to start again. പെട്ടെന്ന് തുടങ്ങി പോകും. ഇത് നിർത്താൻ ബുദ്ധിമുട്ടില്ല, രണ്ടാമത് തുടങ്ങാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. മനസ്സിലായോ? തുടങ്ങി പോകുന്നു അതല്ലേ, അവിടുന്ന് പോയി. ട്യൂബ് ലൈറ്റ് പോലും അല്ല. ഡാൻസ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങള്. ആണോ? പിന്നെ അടിപൊളി. മമ്മൂക്കായിട്ടാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. മമ്മൂക്ക ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ. നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ് മമ്മൂക്ക എപ്പോ ഡാൻസ് കളിക്കും എന്നുള്ളത് നോക്കിയിരിക്കുക. അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഞാനുള്ളപ്പോ എന്തിനാണ് മമ്മൂട്ടി എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ എന്റെ മമ്മിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയും. മമ്മി ഭയങ്കര ഫാനാണ്. ഹായ് മമ്മി, ഹൗ ആർ യു? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ഇത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, സമയം പോയത് അറിയുന്നേ ഇല്ല. ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ശരിക്കും. ഞങ്ങൾ എങ്ങനെ ഈ സമയം തള്ളി നീക്കുന്നു? അങ്ങനെ പറയരുത്. ഉണ്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അതിന്റെ ഏറ്റവും മനോഹരമായ ബർത്ത്ഡേസിലൊന്നായിരിക്കും നമുക്കിടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയെന്നുള്ളത്. തന്റെ കടുത്ത ആരാധകൻ കൂടിയായ പിറന്നാളുകാരനോട് മമ്മൂട്ടിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്ര മാത്രം. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇനിയിപ്പോ ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ. നമുക്ക് നന്നായിട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എളിമ കാണിക്കണ്ട. നമുക്കടെ ഒരു പാട്ട് പ്ലീസ്. അങ്ങനെ നാണിക്കരുത്, എനിക്ക് നാണം വരുന്നു. ഹരിമുരളീരവ് വേണ്ട, സിമ്പിൾ സോങ്. ഷൂട്ടിംഗ് ഉണ്ടല്ലോ 10 ദിവസം. പിന്നെ ആവശ്യത്തിന്റെ കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് അത് ട്രിം ചെയ്തൊക്കെ നിർത്തി. മുടിയൊക്കെ ഇടക്കിടക്ക് വിട്ടു വരും. എല്ലാവരും ഇതിന് ടീസർ വന്നപ്പോൾ പ്രതീക്ഷിച്ചതൊരു മാസ് പടം മാത്രമാണെന്നായിരുന്നു. പക്ഷെ തിയേറ്ററിൽ കയറിയ പ്രേക്ഷകർക്കാണ് മനസ്സിലായത് ഇതൊരു കുടുംബ ചിത്രമാണെന്നുള്ളത്. അത് കുടുംബങ്ങളെ മാസിപ്പെടുന്നു അല്ല. ആദ്യമായിട്ട് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു സൈഡിൽ ഒരു സോഫ്റ്റ് കിടക്കൂലേ, ഓർമ്മയിലുണ്ടാവും. മെമ്മറി അതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഹീറോ സത്യം നോ പിന്നെ മമ്മൂക്ക. അത്രയും കാലം സിനിമ കണ്ടിട്ടില്ല. അല്ലല്ല